ഇത്തവണത്തെ ക്രിസ്മസിന് വൈനും കേക്കും ഒക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കണമെന്ന് എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം കണക്കിലെടുത്ത് ഞാൻ എൻ്റെ കന്നി വൈനിടീലിന് പോവാണ്. ആദ്യമേ തന്നെ പടി കിട്ടി. ഞാനൊരു 3 ലിറ്ററിൻ്റെ ഗ്ലാസ് കണ്ടെയ്നറാണ് ഓർഡർ ചെയ്തത്. അതിലേക്ക് ഈ 2 കിലോ മുന്തിരിങ്ങ വൈൻ ഇടാൻ പറ്റുമോ എന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. ചെറുതാണെന്ന് തോന്നുന്നു. എന്തായാലും നോക്കാം. പിന്നെ ഈ മുന്തിരിങ്ങ തന്ന ചേട്ടൻ വൈൻ ഇടാനാണെന്ന് പറഞ്ഞുകൊണ്ടാണോ എന്നറിയത്തില്ല, പുഴുവിനെയും കൂടി ഇട്ടാണ് തന്നത്. എനിക്ക് അത്രയ്ക്ക് വീര്യം വേണ്ടാത്തതുകൊണ്ട് ഞാൻ അതിനെല്ലാം പെറുക്കി കളഞ്ഞു. എന്നിട്ട് ഈ മുന്തിരിങ്ങ നല്ലോണം 2-3 തവണ ഉപ്പിലിട്ട് കുറേ നേരം വെച്ചിട്ട് കഴുകി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഉപ്പില്ലാത്ത വെള്ളത്തിലും കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ആ ഒരു ഗ്ലാസ് കണ്ടെയ്നർ ഉണ്ടല്ലോ, അത് നല്ലോണം തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കഴുകി. എന്നിട്ട് അതിലേക്ക് പകുതി മുന്തിരിങ്ങ ഇതുപോലെ സ്ക്വീസ് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ടോട്ടൽ വേണ്ടുന്ന 3/4 കിലോ പഞ്ചസാരയാണ്. അതിൻ്റെ പകുതി 3/4 കിലോയുടെ പകുതി ആദ്യം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. പിന്നെ ബാക്കി മുന്തിരിങ്ങയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബാക്കി പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് 250 ml വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ. കാരണം ഞാൻ പറഞ്ഞല്ലോ, കണ്ടെയ്നർ ചെറുതാണ്. ഒത്തിരി വെള്ളം നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് ഫോർമേഷനും കൂടെ നടന്നു കഴിയുമ്പോൾ ഇത് പൊട്ടാൻ വരെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് 750 ml വരെ ചേർക്കാം. പിന്നെ 2 വലിയ പട്ടയും ഒരു ചെറിയ പീസ് പട്ടയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 3 ഏലക്ക, ഒരു 6-7 ഗ്രാമ്പു, പിന്നെ 2 പിടി ഗോതമ്പ്, 2 ചെറിയ പിടി ഗോതമ്പ്, 1 ടീസ്പൂൺ ഈസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈസ്റ്റ് ഞാൻ 2 ഇട്ട് കൊടുത്തത് ആദ്യം ഞാൻ 1 ടീസ്പൂൺ കംപ്ലീറ്റ് എടുക്കാത്തതുകൊണ്ടാണ് കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. എന്നിട്ട് ഒരു തുണി കൊണ്ട് മാത്രമാണ് ഞാൻ കെട്ടി വെക്കുന്നത്. 2 ലെയറായിട്ടാണ് കേട്ടോ തുണി എടുത്തത്. എന്നിട്ട് അത് കെട്ടി നമ്മുടെ റബ്ബർ ബാൻഡ് കൊണ്ട് സെക്യൂർ ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അടപ്പിട്ട് അടയ്ക്കുന്നില്ല, കാരണം ഒത്തിരി ടൈറ്റ് ആയി കഴിഞ്ഞാൽ ഇതിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് അത് പ്രശ്നമാണ്. ചെറിയ കണ്ടെയ്നറല്ല ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ആദ്യത്തെ 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട്, ഞാനിപ്പോൾ 10 മണിക്കാണ് രാത്രി വൈൻ ഇടുന്നത്. ഞാൻ അലാറം വെച്ചിട്ട് ആദ്യത്തെ 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ആ സമയത്ത് തന്നെ ഒരു തടിത്തവയും കൊണ്ട് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് 21st ഡേയിലേ ഉള്ളൂ ഇനി ഞാനത് എടുക്കുകയുള്ളൂ. 7 ദിവസം കഴിഞ്ഞ് ഇളക്കരുത്. 21ാമത്തെ ദിവസം എടുത്ത് ഇളക്കി ആ ഒരു വൈൻ നമുക്ക് അരിച്ചെടുക്കാവുന്നതാണ്. 24-ാം തീയതിയാണ് കേട്ടോ ശരിക്കും എൻ്റെ 21ാമത്തെ ദിവസം വരുന്നത്. ആ 24-ാം തീയതി വരെ എന്തായാലും വെയിറ്റ് ചെയ്യണം. 24-ാം തീയതി എടുത്തിട്ട് നിങ്ങളെ ഞാൻ റിസൾട്ട് കാണിക്കാം. എങ്ങാനും ഒരു സക്സസ് ആയാൽ പിന്നെ ഞാൻ പ്രോ അല്ലേ, ഞാനൊരു വൈൻ കച്ചവടം അങ്ങ് തുടങ്ങും. ഇത് ഫസ്റ്റ് ഡേ ഞാൻ ഇളക്കാനെടുത്തപ്പോൾ തന്നെ വൈനിൻ്റെ നല്ല മണമൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും 21 ദിവസം കഴിഞ്ഞിട്ട് കാണാം.